കക്കയിറച്ചിയും അതുപോലെ പീരയും ചേർത്ത് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലീനാക്കിയതിന് ശേഷമുള്ള 650 ഗ്രാം കക്കയാണ്. കക്ക നമുക്ക് കിട്ടുമ്പോൾ അത് ഉപ്പ് ചേർത്ത് വെള്ളമൊട്ടും ചേർക്കാതെ വേവിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. തോട് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇതാദ്യം നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അത് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 1 സ്പൂൺ ഉപയോഗിച്ചോ അതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈ പറഞ്ഞ ഉപ്പും മഞ്ഞൾ പിടിക്കാൻ വേണ്ടിയാണ്. അത് പിടിച്ചതിന് ശേഷം കുക്കറിൽ ഹൈ ഫ്ലെയിമിലൊരു വിസിൽ മാത്രം കേൾപ്പിക്കുക. കുക്കറിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതി. അപ്പോഴേക്കും വേവ് കൃത്യമായിട്ട് കിട്ടും. ഇത് വെന്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് സവാളയും പച്ചമുളകും വേപ്പിലയാണ്. സവാള വലിയ ഒരു സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അധികം മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിന് ഏകദേശം ഇത്രയൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് 1 ടേബിൾ സ്പൂൺ മാത്രം മതി. കാരണം 650 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കക്കയിറച്ചി. അതും കൂടെ മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മറ്റ് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം മാത്രം വെച്ച് ചേർത്താൽ മാത്രം മതി. മസാലകൾ ചേർക്കുമ്പോൾ അതിന് മുന്നായി സവാള അധികമൊന്നും മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം ആയാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഈ മസാല എല്ലാം മുരിഞ്ഞ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നല്ല പ്രത്യേക ടേസ്റ്റുകൾ കഴിക്കാൻ. ഇപ്പം മുരിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അല്പം വെള്ളത്തോട് കൂടി ഈ കക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ വേവ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. സ്പൂൺ ഉപയോഗിച്ച് നന്നായി വീണ്ടും മിക്സ് ചെയ്യുക. ഇതിൻ്റെ മിക്സിങ് കറക്റ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ പൊട്ടി വരണം. നിങ്ങൾക്ക് കാണാൻ പറ്റും പൊട്ടി വരുന്നത്. ഇത്രയൊക്കെ 5 മിനിറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി മാത്രം ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. കൂടുതൽ തേങ്ങാപ്പീര നമുക്ക് ആവശ്യമില്ല. ഇത്രയും മാത്രം മതി. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മസാലയും കക്കയും മിക്സ് ചെയ്ത പോലെ തന്നെ ഈ തേങ്ങാപ്പീരയും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ കക്കയും കൂടി മിക്സ് ചെയ്യണം. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കക്ക തേങ്ങ കൊത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡീപ്പായി ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്പം സെമി ആയിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക പീര തയ്യാറായിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ വേറൊരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നായി നമുക്ക് 1 നാരങ്ങയുടെ നീര് അതുകൂടി ചേർന്ന് കഴിയുമ്പോൾ മാത്രമാണ് ടേസ്റ്റ് കറക്റ്റ് ആവുകയുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റ് ചപ്പാത്തിയോ പുട്ടോ ഒക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ഇതിന് കൂടെ ഞാൻ ഉപയോഗിച്ച് ചെയ്യുന്നത് വേറൊരു ഡിഷാണ്. ആ ഡിഷിൻ്റെ വീഡിയോ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതും കൂടി കാണുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കയും പീരയും തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.